ഹലോ ഫ്രണ്ട്സ്, എല്ലാ ദിവസവും രാവിലെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞാല് വീക്കെൻഡിലേക്ക് മാറ്റി വെക്കാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ഒരു ജോലി മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. ഒരു 1 അവർ അതിനായി ഞാൻ മാറ്റി വെക്കാറുമുണ്ട്. ഇതെനിക്ക് വീക്കെൻഡ് കുറച്ചുകൂടി ഈസി ഗോയിങ് ഡേ ആയി തോന്നാൻ വേണ്ടിയാണ്. വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ കൂടി വേണ്ടിയാണ്. എല്ലാവരും ഫ്രീ ആകുന്ന ദിവസമായതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ പുറത്തു പോകാനും എൻജോയ് ചെയ്യാനുമുള്ള മൂഡിലാകും ഞാന്. അപ്പോൾ വീക്കെൻഡിലേക്ക് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചാൽ അത് ചെയ്യാൻ പറ്റുകയില്ല. പിന്നീട് അതൊരു ബേർഡൻ ആയിട്ട് മാറുകയും ചെയ്യും. അത് ഒഴിവാക്കാനുള്ള എൻ്റെ ഒരു ട്രിക്കാണിത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ടാസ്ക് റെഫ്രിജറേറ്റർ ക്ലീനിങ് ആണ്, നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്. അതിനു മുമ്പ് മനസ്സൊന്ന് തണുപ്പിക്കണം. അതിനായുള്ള ശ്രമത്തിലാണ് ഞാൻ. അതിനു വേണ്ടി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലസ്സി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്റെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഞങ്ങളുടെ 3 പേരുടെയും ഫേവറേറ്റ് ആണ് ലസ്സി. മാരേജിന് ശേഷമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ലസ്സി ടേസ്റ്റ് ചെയ്തത്. അതിനു മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെ തൈരിൽ പഞ്ചസാര ഇട്ട് കഴിക്കാൻ കഴിയുന്നത് എന്നൊക്കെ. പക്ഷേ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം സത്യത്തിൽ ഞാനൊരു ലസ്സി അഡിക്റ്റ് ആയി മാറിയിട്ടുണ്ട്. ഇന്ന് തൈര് കുറവായതുകൊണ്ട് തന്നെ യോഗട്ട് മിക്സ് ചെയ്ത് ലസ്സി ഉണ്ടാക്കാം. നോർമലി ഞാൻ തൈര് മാത്രം വെച്ചിട്ടാണ് ലസ്സി ഉണ്ടാക്കാറ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാലും നമുക്ക് നല്ല അടിപൊളി റെസ്റ്റോറന്റ് സ്റ്റൈൽ ലസ്സി കിട്ടും. സ്പൂണിനേക്കാളും നല്ലത് ഈ വിസ്ക് വെച്ച് ഇളക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ലസ്സി ആസ്വദിച്ച് അങ്ങോട്ട് കുടിച്ചിരുന്നു. അങ്ങനെ ലസ്സി കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ പണിയിലേക്ക്. ഇതാണ് ഞങ്ങളുടെ റെഫ്രിജറേറ്റർ. ഇതിന്റെ മുകളില് പാറ് കുറെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ ഇമോഷൻസ് ചിലപ്പോ അവള് പേപ്പറിലൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, എഴുതിയിട്ടും ചിത്രം വരച്ചിട്ടും ഒക്കെ. ഇവിടുത്തെ ഫ്രിഡ്ജില് കുറച്ച് സാധനങ്ങളെ എപ്പോഴും ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ക്ലീനിങ് എന്നത് വീക്ക്ലി വൺസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാല് വലിയ ബേർഡൻ ആയിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. മാരേജിന് മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ് എന്നത്. അതെന്റെ ഡ്യൂട്ടി ആയിരുന്നു. കിച്ചൺ ഏരിയയിലേക്കൊന്നും ഞാൻ പോകാറേ ഇല്ലായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു കുക്കിംഗ് എന്നത്. ഇപ്പൊ പിന്നെ കുക്കിംഗ് ഒക്കെ ചെറുതായിട്ട് പഠിച്ചു വരുന്നു. ORS ആണ് കേട്ടോ ഈ എടുക്കുന്നത്. സുഖമില്ലാതിരുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായി തുറക്കുമ്പോ തന്നെ നിറഞ്ഞിരിക്കുന്ന ഫ്രിഡ്ജ് കാണുമ്പോ എനിക്ക് തന്നെ വല്ലാത്തൊരു ശ്വാസമുട്ടലാണ്. പഴകിയ സാധനങ്ങൾ എടുത്തു മാറ്റിയാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. പിന്നെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നോക്കിയാ എന്റെ പൊന്നെ എന്തൊരാശ്വാസം. പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കിയാ ആ ഫ്രിഡ്ജിന് തന്നെ ഒന്ന് ശ്വാസം കിട്ടിയ പോലെ തോന്നും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തോന്നും ഇത്രയും സ്പേസ് ഈ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നോന്ന്. പിന്നെ ഇത് എത്ര ക്ലീൻ ആക്കിയാലും നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും പിന്നെയും നിറയും. എന്നും ഇങ്ങനെ നിറഞ്ഞിരിക്കട്ടെ അല്ലേ. ഫ്രിഡ്ജ് ക്ലീനിങ് അങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നു. വിനാഗിരിയും കുറച്ച് പച്ചവെള്ളവും മാത്രം ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും അറിയില്ല എനിക്ക്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ്. ഡയറ്റിന്റെ ഭാഗമായിട്ട് ലെറ്റ്യൂസും ബ്രൊക്കോളിയും ഒക്കെയാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉള്ള പച്ചക്കറികള്. ഇതിന്റെ ഒന്നും ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ വണ്ണം കുറയ്ക്കാൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കുറേ സാധനങ്ങൾ നമുക്ക് കഴിക്കേണ്ടി വരുന്നു അല്ലേ. എത്ര നാളത്തേക്ക് ഈ ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നൊന്നും അറിയില്ല. എന്നാലും ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിച്ചാല് ശരീരത്തിന് നല്ലതല്ല. എന്നാൽ ടേസ്റ്റ് കുറവുള്ള ഭക്ഷണം കഴിച്ചാലോ അത് ശരീരത്തിന് നല്ലതുമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. ഈശ്വരൻ അതൊന്ന് ശരിയാക്കിക്കൂടെ എന്ന്. എന്നാ എന്തൊരു സൗകര്യമായിരുന്നു അല്ലേ നമുക്കെല്ലാവർക്കും. അങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂടെ എന്റെ ടാസ്കും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫ്രിഡ്ജ് ഇനി കുറെ ദിവസത്തേക്ക് ഇതുപോലെ വൃത്തിയായിരിക്കട്ടെ അല്ലേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ്. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ബൈ.